ഫസ്റ്റ് നോമ്പ് എല്ലാവരും തുറന്നു കഴിഞ്ഞോ? അതിൽ ഏറ്റവും രസമായത് എന്താ വെച്ചാൽ ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിളുണ്ട് കാലിയായി. അല്ല നിങ്ങൾക്കിനി ബിരിയാണി ഒന്നും വേണ്ട? ഓയോ അവര് ഹെൽത്തി ഫുഡേ കഴിക്കുള്ളൂ എന്ന്. അല്ല ഇങ്ങനെ വേണം, നോമ്പായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ നോമ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ആരും വെറുതെ അല്ലേ? പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മിർസ സലീം സക്കരിയ. എൻ്റെ പെങ്ങളെ വീട്ടിൽ നോമ്പ് പറയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും വന്നിട്ട്, കുടുംബക്കാരെല്ലാവരും ഉണ്ട്. ഓരോരുത്തരെ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ, അല്ലേ? ഓക്കെ, ഇതാ ഓരോ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഒക്കെ സുഹൃത്തുക്കളാണ്. എല്ലാവരും വാപ്പ വളരെ ഹാർദവമായിട്ട് സ്വീകരിക്കുന്നുണ്ട്, കണ്ടോ? എന്താ പറഞ്ഞ? ഈ വർഷത്തെ പുറത്തുനിന്നല്ല ആദ്യത്തെ നോമ്പ് പറയാണ്. ബാക്കി 3 ദിവസം പള്ളിയിൽ നിന്നായിരുന്നു അല്ലേ? ആ ലത്തീഫ് കേട്ടോ നമ്മളെ. ആദ്യത്തെ ഇവിടുത്തെ പുതിയാപ്പിളായിരുന്നു. പെങ്ങളെ ആദ്യത്തെ മോളെ കെട്ടിയ. റാഷി, ഇത് നമ്മളെ അനിയൻ. ഇവിടെ വാ, അൻവർ. വാ, എന്താ പറയാല്ലേ? എന്തല്ലേ പറഞ്ഞോ? നോമ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയടി. നോമ്പെടുത്തുണ്ടോ? എത്ര എടുത്തോ? 2 ആയിട്ടുള്ളല്ലോ. അല്ല, ഇത് രണ്ടാമത്തെ, ഇന്ന് മൂന്നാമത്തെ. 4. അയ്യേ, വെരി ഗുഡ്. ഓള് 3 എടുത്തിട്ടുള്ളൂ. റാമി 4. അപ്പൊ ഓരോ ടേബിളിൽ ഇങ്ങനെ ഓരോ വിഭവങ്ങൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ അനുജന്റെ മോളാട്ടോ. ഇവള് ഈ മാസം 12-ാം തീയതി ദുബായിലേക്ക് പോവാന്ന് ജോലിക്ക്. സോനു എന്തേലും പറയും നോമ്പിനെ കുറിച്ച്? പറഞ്ഞ നോമ്പിനെ പറ്റി പറയാൻ പുണ്യമാസം, എല്ലാവരും നോമ്പ് വെക്കുക, പഠിച്ചതിനോട് പ്രാർത്ഥിക്കുക, നല്ലതിന് വേണ്ടിയിട്ട്. ഇപ്പൊ അടുത്ത് ദുബായില് ജോലിക്ക് വേണ്ടി ജോബിന് പോകണ്ട, അതിനെ കുറിച്ച് 2 വാക്ക്. അതിനെ പറ്റിയിട്ട് ഞാനിപ്പോ ബികോം കഴിഞ്ഞ് ഇപ്പൊ CMA പഠിച്ചോണ്ടിരിക്കുക. അതിന്റെ കൂടെ PG MCOM ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ജോബ് നോക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഒന്നില്ല. ബിരിയാണിയൊക്കെ തിന്നണ്ടേ? ഒരു മോള് വരുന്നുണ്ട്, നോമ്പ് തുറക്കുന്ന കൂട്ടത്തില് വരും കേട്ടോ. വാ 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 മോള് വാ, വരാ. അല്ല, ഒരു പാട്ട് പാടിക്ക് പോയിക്കോ. വാ വാ.
ആ 2, 3 സ്റ്റാർട്ട് പഠിക്കാം. പഠിക്കാം. മൂന്ന് ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഒരു ഗ്ലാസ്സിൽ ജ്യൂസ്, ചായ, തൈര്, പിന്നെ ഓരോ ഐറ്റംസ് ഇങ്ങനെ പലഹാരങ്ങൾ, ഫ്രൂട്ട്സ്, കട്ട്ലേറ്റ്, ഇങ്ങനെ ഓരോ സംഗതികൾ. നോമ്പായിട്ട് ബാങ്ക് കൊടുക്കാനായി ഓരോരുത്തരിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് തുറന്നു, ബാങ്ക് കൊടുത്തു, നോമ്പ് തുറന്നിട്ടോ. ഈ വർഷത്തെ 4ാമത്തെ നോമ്പ് കേട്ടോ തുറക്കാൻ പോകുന്നത്. ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ ഫസ്റ്റാണ് കാണുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല രുചിയുണ്ട്. നമുക്ക് ഇവരോട് ഇത് എന്താണെന്ന് ചോദിക്കാം. അവരാരുണ്ടാക്കി അറിയില്ല. മോളെ ഇതാരുണ്ടാക്കിയേ? മേമ. ഇതിലെന്തൊക്കെയല്ലേ? പോക്കറ്റ് ഷവർമ. ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ ലെറ്റ്യൂസ്, അതുപോലെ ചിക്കൻ, മയോണൈസ്, ഉള്ളി, അതൊക്കെ വെച്ചിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒരു മിക്സ് ഉണ്ടാക്കും. അത് ഇതിനുള്ളിൽ ബ്രെഡ് പൊരിച്ചിട്ട് അതിനുള്ളിൽ ഫില്ലാക്കുന്നതാണ്. ഓക്കെ, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഫസ്റ്റ് നോമ്പ് എല്ലാവരും തുറന്നു കഴിഞ്ഞോ. അതിൽ ഏറ്റവും രസമായത് എന്താ വെച്ചാൽ ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിളുണ്ട് കാലിയായി. അല്ല, നിങ്ങൾക്ക് ഇനി ബിരിയാണി ഒന്നും വേണ്ട. ഓയോ, അവര് ഹെൽത്തി ഫുഡേ കഴിക്കുള്ളൂ എന്ന്. അല്ല, ഇങ്ങനെ വേണം, നോമ്പായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ നോമ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലാറിന് വെറുതെ അല്ലേ. ഇത് എൻ്റെ അനുജൻ അൻവറിന്റെ ഭാര്യ ബുഷ്ര. ബുഷ്ര, എന്താ നോമ്പിനെ കുറിച്ച്? ക്ഷീണുണ്ടോ നോമ്പിന്റെ? 4ാമത്തെ നോമ്പില്ലേ? ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഇവരെല്ലാം ഇവിടെ നിന്ന് കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ കുടുംബക്കാരൊക്കെ തന്നെ.